അനുമതി വാങ്ങിയാൽ സ്വദേശികൾക്കും വിദേശികൾക്കും വീടുകൾക്ക് സമീപം ടെന്റുകൾ ഉണ്ടാക്കാം. ഇഫ്താറിനും അതിഥികളെ സ്വീകരിക്കാനും മാത്രമേ ടെന്റുകൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. മറ്റ് ഒത്തുകൂടലുകളും ശീശ വലിക്കലും പാടില്ല. റോഡ് കയ്യേറിയോ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിലോ ടെന്റ് നിർമ്മിക്കാൻ പാടില്ല. പാർക്കിംഗ് സ്ഥലങ്ങളിലും ടെന്റ് നിർമ്മാണത്തിന് നിരോധനമുണ്ട്. നഗരസഭയുടേതിനു പുറമെ ദുബായിൽ സിവിൽ ഡിഫൻസിന്റെയും അനുമതി ടെന്റിന് ആവശ്യമാണ്. ഹോട്ടലുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും അനുമതി നൽകും. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ടെന്റിന് മാത്രമേ ശീശക്ക് അനുമതിയുള്ളൂ. തുറസായ സ്ഥലത്താകണം ഇത്തരം ടെന്റുകൾ. രാത്രി 9-ന് ശേഷം മാത്രമേ ശീശ വലിക്കാൻ അനുവദിക്കാമൂ. അല്ലെങ്കിൽ 25% സ്ഥലം ശീശക്കായി മാറ്റിവെക്കണം. 18 വയസ്സിന് താഴെയുള്ളവരും ഗർഭിണികളും ശീശ വലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. ശീശക്ക് അനുമതിയുള്ള റെസ്റ്റോറന്റുകൾക്കും കഫ്തീരിയകൾക്കും ഈ നിയമങ്ങൾ ബാധകമല്ല. ഇഫ്താർ സമയത്ത് പ്രത്യേകം ഒരുക്കിയ സ്ഥലങ്ങളിൽ ശീശക്ക് സൗകര്യമൊരുക്കാം. പകൽ ഭക്ഷണം വിളമ്പാൻ പ്രത്യേക അനുമതിയെടുത്ത റെസ്റ്റോറന്റുകൾക്ക് ഈ സമയത്ത് ശീശക്ക് അനുമതിയില്ല. നിയമലംഘകർക്ക് 10,000 ദിർഹം മുതൽ പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. പെരുന്നാളിന് ശേഷം ഉടൻ തന്നെ എല്ലാ ടെന്റുകളും നീക്കം ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മീഡിയ 1 ദുബായ്.